AICC രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ പട്ടിക അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാകും. ഈ പട്ടിക ഇപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വം അയച്ചു തന്നു എന്നുള്ള സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചിരിക്കുന്നു. ദീപാദാസ് മുൻഷി ഈ ഹൈക്കമാൻഡ് അംഗീകരിച്ച പട്ടിക അയച്ചു തന്നു എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പ്രതികരിക്കുന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അജീഷ്, എന്താണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയ കാര്യം? ഉന്മേഷ്, അമൃത, ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അവസാനഘട്ട, അതായത് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്. ഈ അംഗീകരിച്ച പട്ടിക അത് ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KPCC പ്രസിഡന്റിന് അയച്ചു നൽകിയതായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. AICCയുടെ ഈ പ്രഖ്യാപനം, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നും KPCC പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. ഇതിലാണ് തർക്ക മണ്ഡലങ്ങൾ ഉൾപ്പെടെ, കണ്ണൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ പട്ടിക ഈ രണ്ടാം ഘട്ടത്തിലാണ് ഉള്ളത്. കണ്ണൂർ സീറ്റിൽ TO മോഹനൻ തന്നെ മത്സരിക്കുമെന്നാണ്. ഏറ്റവും സുധാകരന് സീറ്റില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. രണ്ടാം ഘട്ടത്തിൽ K സുധാകരന് കിട്ടുമെന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും അങ്ങനെയില്ല. സ്ഥാനാർത്ഥി പട്ടിക, നേരത്തെ അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പുനരാലോചനയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പുറത്തിറക്കും. നേരത്തെ AICC അധ്യക്ഷൻ അംഗീകരിച്ച പട്ടികയിൽ ചില തിരുത്തലുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. ഈ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. K സുധാകരൻ അടക്കം അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതിലൊരു പുനരാലോചന വേണ്ട എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. സമ്മർദ്ദ ഫലങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും കണ്ണൂരിൽ എന്താകും സ്ഥിതി എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. K സുധാകരനെ അനുകൂലിക്കുന്നവർ കടുത്ത പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. K സുധാകരന് സീറ്റില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിന് തന്നെ കണ്ണൂരിൽ സാധ്യതയുണ്ട്. എന്തായാലും ഈ DCCയിൽ നേതൃയോഗം ചേർന്നപ്പോൾ K സുധാകരനെ അനുകൂലിക്കുന്നവരും TO മോഹനെ അനുകൂലിക്കുന്നവരും തമ്മിൽ കടുത്ത വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവസാനം TO മോഹനൻ എന്ന ഒറ്റപ്പേരിൽ തന്നെ എത്തി നിൽക്കുകയാണ് കണ്ണൂരിലെ സീറ്റ് തർക്കം. മറ്റു മണ്ഡലങ്ങളിലടക്കം തർക്കമുള്ള മണ്ഡലങ്ങളിലടക്കം പട്ടിക അല്പസമയത്തിനകം തന്നെ ഹൈക്കമാൻഡ് പുറത്തിറക്കും എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ഈ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കണ്ണൂരിൽ ആരായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. K സുധാകരന് സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും സീറ്റ് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതികരണം കൂടി വരുന്ന സ്ഥിതിക്ക് ആ കാര്യത്തിലും ഒരു തീരുമാനമായി എന്ന് തന്നെ വേണം കരുതാൻ. തീർച്ചയായിട്ടും കണ്ണൂരിൽ K സുധാകരന് ഇല്ല എന്നുള്ളത് രാവിലെ തന്നെ പുറത്തു വന്ന വിവരമാണ്. പിന്നീട് K സുധാകരൻ കടുത്ത സമ്മർദ്ദങ്ങളിലേക്കൊക്കെ പോയി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിലൊരു പുനരാലോചന വേണ്ട എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡിന്റെ നിലപാട്. ഹൈക്കമാൻഡ് അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. TO മോഹനൻ തന്നെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അല്പസമയത്തിനകം ആ പട്ടിക പുറത്തേക്ക് വരും. നമ്മൾ ഈ കണ്ണൂരിലെ നേതൃത്വവുമായും TO മോഹനൻ ക്യാമ്പുമായും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഔദ്യോഗികമായി ഉറപ്പൊന്നും കിട്ടിയില്ലെങ്കിലും പട്ടിക വരട്ടെ, അതുവരെ ഒന്ന് കാത്തിരിക്കൂ എന്നുള്ളൊരു അഭിപ്രായമാണ് അവർ പറയുന്നത്. എന്തായാലും പട്ടിക പുറത്തു വന്നതിന് ശേഷം TO മോഹനൻ കണ്ണൂർ DCC ഓഫീസിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പട്ടിക വന്നതിന് ശേഷം മാത്രം. എന്തായാലും കണ്ണൂരിൽ കനത്ത പ്രതിഷേധത്തിന് തന്നെ സാധ്യത ഉണ്ട്. കാരണം രാവിലെ നമ്മൾ കണ്ടതാണ് DCC ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമായിരുന്നു. K സുധാകരന് സീറ്റില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ നടത്തിയത്. പേരാവൂരിലടക്കം അതിന്റെ പ്രതിഷേധത്തിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇനി തുടർ നീക്കങ്ങൾ എന്നുള്ളത് K സുധാകരൻ പരസ്യമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതിനൊക്കെ ആകാംക്ഷയിലാണ് പ്രവർത്തകരുള്ളത്, കണ്ണൂരിലെ കോൺഗ്രസ് ഉള്ളത്. എന്തായാലും K സുധാകരൻ നാളെ കണ്ണൂരിൽ എത്തുള്ളൂ എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരസ്യ പ്രതികരണത്തിന് ശേഷമാകും കണ്ണൂരിലെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ തുടർ നീക്കങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വലിയ പ്രതിഷേധത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അല്പസമയത്തിനകം കണ്ണൂർ ഉൾപ്പെടെയുള്ള മറ്റു തർക്ക മണ്ഡലങ്ങൾ, കണ്ണൂർ, കോന്നി, കൊച്ചി ഉൾപ്പെടെയുള്ള തർക്ക മണ്ഡലങ്ങളിൽ അന്തിമ പട്ടിക ഏതായാലും അല്പസമയത്തിനകം ആ പ്രഖ്യാപനം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.